Good morning to all. Today I am going to teach sources of recruitment. നിങ്ങളുടെ പ്രീവിയസ് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റഡ് ആയിട്ട് എസ്സേ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. നല്ല ഈസിയാണ്, നന്നായി പഠിച്ചോളൂ ഈ ടോപ്പിക്ക്. അപ്പോൾ ഏതൊക്കെയാണ് നമ്മുടെ റിക്രൂട്ട്മെൻറ്റിൻ്റെ സോഴ്സസ് എന്ന്? So there are several sources of recruitment in general. We classify recruitment sources into two. രണ്ട് തരത്തിലുള്ള റിക്രൂട്ട്മെൻറ്റ് സോഴ്സസ് ആണുള്ളത്. ഫസ്റ്റ് ഇൻറ്റേർണൽ സോഴ്സും സെക്കൻഡ് എക്സ്റ്റേണൽ സോഴ്സും. ഇൻറ്റേർണൽ സോഴ്സ് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാമല്ലോ, നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഇൻറ്റേർണലി എടുക്കുന്ന സെലക്ഷനാണ് ഇൻറ്റേർണൽ സോഴ്സ്. ഇൻറ്റേർണൽ സോഴ്സ് വഴി സെലക്ട് ചെയ്യുന്നതാണ്. അതുപോലെ എക്സ്റ്റേണൽ സോഴ്സസ് നമ്മൾ പുറത്തൊക്കെ അഡ്വർടൈസ്മെൻ്റ് ഒക്കെ കൊടുത്ത് അല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി അങ്ങനെയായിട്ട് എക്സ്റ്റേണൽ സോഴ്സസ് ഉപയോഗിച്ച് നടത്തുന്ന റിക്രൂട്ട്മെൻറ്റാണ് എക്സ്റ്റേണൽ സോഴ്സ്. ഇൻറ്റേർണൽ സോഴ്സിൽ വരുന്നത് ട്രാൻസ്ഫർ, പ്രമോഷൻ, പ്രസൻറ്റ് എംപ്ലോയീസ്, ഡിമോഷൻ. എക്സ്റ്റേണൽ സോഴ്സിൽ വരുന്നത് നോട്ടീസ് അറ്റ് ദ ഫാക്ടറി ഗേറ്റ്, അൺസോളിഡേറ്റഡ് അപ്ലിക്കേഷൻ, കാഷ്വൽ കോളേഴ്സ്, അഡ്വർടൈസ്മെൻറ്റ്, എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച്, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ലേബർ കോൺട്രാക്ട്സ്, പ്രൈവറ്റ് ഏജൻസീസ്, ട്രേഡ് യൂണിയൻ. ഇത്രയാണ് എക്സ്റ്റേണൽ സോഴ്സസ്. ഇൻറ്റേർണൽ സോഴ്സസ് ഇതൊക്കെയാണ്. അപ്പോൾ എന്താണ് ഇൻറ്റേർണൽ സോഴ്സ്? നമുക്ക് ആദ്യം ഇൻറ്റേർണൽ സോഴ്സ് എന്താണെന്ന് നോക്കാം. Internal sources of recruitment are the means of getting or recruiting the workers from the existing staff of the organization. നിലവിൽ നമ്മുടെ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിൽ നിന്ന് തന്നെ നമ്മൾ സെലക്ട് ചെയ്യുന്നതാണ് ഇൻറ്റേർണൽ സോഴ്സസ്. എക്സിസ്റ്റ് ആയിട്ടുള്ള എംപ്ലോയീസിൽ നിന്ന്, പുറത്തുള്ള എംപ്ലോയീസ് എന്നല്ല, ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിൽ നിന്ന് നമ്മൾ എടുക്കുന്ന സെലക്ഷനാണ് ഇൻറ്റേർണൽ സോഴ്സ് എന്ന് പറയുന്നത്. The important source of internal sources of recruitment are transfer, promotion, present employees, demotion. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ. ഫസ്റ്റ് നമുക്ക് ട്രാൻസ്ഫർ എന്താണെന്ന് നോക്കാം. ട്രാൻസ്ഫർ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ എന്താ? ഷിഫ്റ്റിംഗ് ഓഫ് പേഴ്സൺസ് ഫ്രം വൺ ജോബ് ടു അനദർ. ഒരു ജോലിയിൽ നിന്ന് മറ്റൊരു ജോലിയിലേക്ക് എംപ്ലോയീസിനെ ഷിഫ്റ്റ് ചെയ്യാം. അതിൻ്റെ ട്രാൻസ്ഫറിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അയാളുടെ സ്റ്റാറ്റസിനോ പൊസിഷനിലോ അല്ലെങ്കിൽ അവരുടെ റെസ്പോൺസിബിലിറ്റിയിലോ അതോറിറ്റിയിലോ ഒന്നും ചേഞ്ച് വരില്ല. വിത്തൗട്ട് എനി ചേഞ്ച് ഇൻ ദി സ്റ്റാറ്റസ്, പൊസിഷൻ, റെസ്പോൺസിബിലിറ്റി ആൻഡ് അതോറിറ്റി. ആ ഇതിലൊന്നും ചേഞ്ച് വരാണ്ട് ഒരാളെ ഒരു ജോബിൽ നിന്ന് മറ്റൊരു ജോബിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ല? A transfer involves shifting of persons from one job to another job or from one place to another without any change in status, responsibility, authority, etc. നെക്സ്റ്റ് വരുന്നത് പ്രൊമോഷൻ. പ്രൊമോഷൻ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. എന്താണ് പ്രൊമോഷൻ? A promotion involves a change from one job to another job that is better in terms of status and responsibility. അതായത് ഇപ്പോൾ പ്രസൻറ്റ് എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നതിൽ നിന്നും മുകളിലേക്ക് അയാൾക്ക് കൂടുതൽ സാലറി കിട്ടാൻ, അയാളുടെ റെസ്പോൺസിബിലിറ്റി, അതോറിറ്റി, അയാളുടെ സ്റ്റാറ്റസ് ഇൻക്രീസ് ചെയ്യുക, ഇതൊക്കെയാണ് പ്രൊമോഷനിൽ വരുന്നത്. നിലവിലുള്ള ജോബിനേക്കാളും ഹയർ ജോബിലേക്ക് അയാൾ പോണ്, അതാണ് പ്രൊമോഷനിൽ വരുന്നത്. ഡിമോഷൻ എന്ന് പറഞ്ഞാലോ പ്രൊമോഷൻ്റെ ഓപ്പോസിറ്റാണ് ഡിമോഷൻ. എന്താണ് ഡിമോഷൻ? ഡിമോഷൻ എന്ന് പറഞ്ഞാൽ ഡൗൺ ഗ്രേഡിങ് ഓഫ് ആൻ എംപ്ലോയി ബൈ റെഡ്യൂസിങ് ഹിസ് സാലറി, ഡിക്രീസ് ഹിസ് റെസ്പോൺസിബിലിറ്റി. അതായത് അയാളുടെ നിലവിലുണ്ടായിരുന്ന ഹയർ പോസ്റ്റിൽ നിന്ന് അയാൾ ലോവർ പോസ്റ്റിലേക്ക് വരാം. അയാളുടെ റെസ്പോൺസിബിലിറ്റി കുറയും, അതോറിറ്റി കുറയും, സാലറി എല്ലാത്തിലും ഡിക്രീസ് വന്നതാണ് ഡിമോഷനിൽ വന്നത്. പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ എല്ലാം കൂടും. ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ ഷിഫ്റ്റിംഗ് ഓഫ് എംപ്ലോയി ഫ്രം വൺ ജോബ് ടു അനദർ ജോബ് വിത്തൗട്ട് ചേഞ്ചിങ് ഹിസ് അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി, സ്റ്റാറ്റസ്. അതാണ് ട്രാൻസ്ഫർ. പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ എല്ലാം ഇൻക്രീസ് ആവും. ഡിമോഷൻ എന്ന് പറഞ്ഞാൽ സാലറി, അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി ഒക്കെ ഡിക്രീസ് ആവും. ഇത്രയാണ് നമ്മുടെ ഇൻറ്റേർണൽ സോഴ്സസിൽ വന്നത്. നെക്സ്റ്റ് പോർഷൻ, മെറിറ്റ് ഓഫ് ഇൻറ്റേർണൽ സോഴ്സ്. എന്താണ് ഇൻറ്റേർണൽ സോഴ്സസിൻ്റെ മെറിറ്റ്? ഫസ്റ്റ്, ഇറ്റ് ഈസ് എക്കണോമിക്കൽ. നമുക്കറിയാം നമ്മൾ പ്രസൻറ്റ് എംപ്ലോയീസിൽ നിന്ന് തന്നെയാണ് സെലക്ട് ചെയ്യണത്. നമ്മളിപ്പോൾ എക്സ്റ്റേണൽ സോഴ്സസ് ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ അഡ്വർടൈസ്മെൻ്റ് ഒക്കെ കൊടുത്ത് അതിൽ നിന്ന് നമ്മൾ എന്താ പറയുക സ്ക്രീനിങ് നടത്തി അവരെ റിക്രൂട്ട് ചെയ്ത് സെലക്ട് ചെയ്ത് ഒരുപാട് പ്രോസസ്സുകൾ വേണം. അതിന് നമുക്ക് എന്ത് വേണം? മണി വേണം. പക്ഷേ നമ്മുടെ ഇൻറ്റേർണൽ സോഴ്സ് ആകുമ്പോൾ ഇറ്റ് ഈസ് എക്കണോമിക്കൽ.
പിന്നെ അതുപോലെ തന്നെ ഇറ്റ് സേവ് ടൈം. ഞാൻ പറഞ്ഞു അഡ്വർടൈസ്മെൻ്റ് ഒക്കെ കൊടുത്ത് റിക്രൂട്ട് ചെയ്ത് സെലക്ട് ചെയ്യുന്നതിന് ഒരുപാട് ടൈമും കോസ്റ്റും വേണം. അതൊക്കെ നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് പറയുന്നത് ഇറ്റ് ഇംപ്രൂവ്സ് മൊറൈൽ ഓഫ് എംപ്ലോയീസ്. ഇത് ശരിക്കും എംപ്ലോയീസിൻ്റെ മൊറൈൽ ഇമ്പ്രൂവ് ചെയ്യാനുള്ളതാണ് നമ്മുടെ ഇൻറ്റേർണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് ഇറ്റ് മോട്ടിവേറ്റ് എംപ്ലോയീസ് അല്ലേ. ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, പ്രൊമോഷനൊക്കെ കിട്ടുകയാണെങ്കിൽ എംപ്ലോയീസ് കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യും. അവർ ജോബിനോട് കൂടുതൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് പ്രൊമോഷനൊക്കെ കിട്ടാനായിട്ട് അവരെന്ത് ചെയ്യും, ഹാർഡ് വർക്ക് ചെയ്യും. അപ്പോൾ ഇറ്റ് മോട്ടിവേറ്റ് എംപ്ലോയി. എ കമ്പനി വിച്ച് ഫിൽ അപ്പ് ഹയർ പോസ്റ്റ് ബൈ ഇൻറ്റേർണൽ പ്രൊമോഷൻ വഴിയൊക്കെ എടുക്കുമ്പോൾ അത് എംപ്ലോയീസിൻ്റെ മോട്ടിവേറ്റ് ചെയ്യും കൂടുതലായിട്ട്. നോ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഈസ് റിക്വയർഡ്. നമ്മുടെ ഓർഗനൈസേഷന് പുതിയതായിട്ട് കയറുമ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ട്രെയിനിങ് ഒക്കെ കൊടുക്കണം. ഇൻറ്റേർണൽ സോഴ്സിൽ നിന്നാകുമ്പോൾ അവർക്ക് ഓൾറെഡി ട്രെയിനിങ് കൊടുത്തിട്ടുള്ളതാണ്, പിന്നെയും വേറെ ട്രെയിനിങ് കൊടുക്കണ്ട. അപ്പോൾ അവർക്ക് എന്തുണ്ടാവും, അവർക്ക് അത്രയും കോസ്റ്റ് ലാഭമാണ്. ആക്യുറേറ്റ് ആൻഡ് റിലയബിൾ സോഴ്സ്. നമുക്കറിയാം ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്നവർ തന്നെയാവുമ്പോൾ നമുക്കറിയാം അവർ എത്രത്തോളം ഡെഡിക്കേറ്റഡ് ആണ്, അവരെത്രത്തോളം ആക്യുറേറ്റ് ആയിട്ടുള്ള പേഴ്സൺസ് ആണ്. ഇതൊക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതാണ് ആക്യുറേറ്റ് ആൻഡ് റിലയബിൾ സോഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് 7th പോയിന്റ്, സെൽഫ് ഡെവലപ്മെൻറ്റ്. ഈ സെൽഫ് ഡെവലപ്മെൻ്റ് ഒക്കെ ഇൻറ്റേർണൽ സോഴ്സ് വഴി പോസിബിളാണ്. നെക്സ്റ്റ് റിഡക്ഷൻ ഇൻ ലേബർ ടേൺ ഓവർ. നമുക്ക് ലേബർ ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഓർഗനൈസേഷൻ്റെ എംപ്ലോയീസ് പിരിഞ്ഞു പോണത്. അതൊക്കെ നമുക്ക് ഈ ഇൻറ്റേർണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് വഴി നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വരുന്നത് ഡീമെറിറ്റ് ആണ്. ഡീമെറിറ്റിൽ ഫസ്റ്റ് പറയുന്നത് നോട്ട് സ്യൂട്ടബിൾ ഫോർ എൻട്രി ലെവലിലുള്ള ജോബുകളിലേക്ക് ഈ ഇൻറ്റേർണൽ സോഴ്സ് സ്യൂട്ടബിൾ അല്ല. നെക്സ്റ്റ് ലിമിറ്റഡ് ഓപ്ഷൻ. അതായത് നമ്മൾ നിലവിലുള്ള എംപ്ലോയീസാണ് നമ്മൾ ഇൻറ്റേർണൽ സോഴ്സ് വഴി സെലക്ട് ചെയ്യുന്നത്. പക്ഷേ പുറത്ത് നമ്മുടെ ഔട്ട്സൈഡിൽ, ഇൻറ്റേർണൽ അല്ലാണ്ട് ഔട്ട്സൈഡിൽ കുറേ ടാലൻറ്റഡ് ആയിട്ട് എംപ്ലോയീസ് ഉണ്ടാവും. അവരെയൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല. അതാണ് ലിമിറ്റഡ് ഓപ്ഷൻ എന്ന് പറയുന്നത്. ദ സ്കോപ്പ് ഓഫ് ഫ്രഷ് ടാലൻറ്റ് ഈസ് റിഡ്യൂസ്ഡ്. നെക്സ്റ്റ് ലാക്ക് ഓഫ് ഒറിജിനാലിറ്റി. അതായത് ഇപ്പം നമ്മുടെ പ്രസൻറ്റ് എംപ്ലോയീസിന് പുതിയ ഐഡിയാസ് ഒന്നും കൊണ്ടുവരാൻ പറ്റില്ല. പക്ഷേ ഒരു ന്യൂ കാൻഡിഡേറ്റ് ക്യാൻ ബ്രിങ് സം ഫ്രഷ് എയർ ആൻഡ് ഫ്രഷ് ഔട്ട്ലുക്ക്. ആ ലാക്ക് ഒറിജിനാലിറ്റിയിൽ ഇതിനെ ബാധിക്കും നമ്മുടെ ഇൻറ്റേർണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെൻറ്റ്. നെക്സ്റ്റ് 4th റിഡ്യൂസസ് പ്രൊഡക്ടിവിറ്റി. പിന്നെ ഒരു ഫ്രീക്വൻറ്റ് ട്രാൻസ്ഫർ ഓഫ് എംപ്ലോയി വിൽ റിഡ്യൂസ് ദ ഓവറോൾ പ്രൊഡക്ടിവിറ്റി ഓഫ് ആൻ ഓർഗനൈസേഷൻ. എപ്പോഴും ഒരു എംപ്ലോയിനെ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവരുടെ പ്രൊഡക്ടിവിറ്റീനെ അഫക്റ്റ് ചെയ്യും. നെക്സ്റ്റ് ഡിനയൽ ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. അതായത് ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ പുറത്തുള്ളവർക്ക് എക്സ്റ്റേണൽ സോഴ്സസ് ഓഫ് എംപ്ലോയീസിന് അവർക്ക് ഓപ്പർച്യൂണിറ്റീസ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇൻറ്റേർണൽ സോഴ്സിൽ എങ്ങനെ അവരുടെ ഇൻറ്റേർണലി ഉള്ള എംപ്ലോയീസിനാണ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഔട്ട്സൈഡ് എംപ്ലോയീസിൻ്റെ എന്താ പറയുക ഓപ്പർച്യൂണിറ്റീസ് റെഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് എൻകറേജ് ഫേവറിസം. അതായത് ഇപ്പോൾ പ്രൊമോഷനൊക്കെ കൊടുക്കുമ്പോൾ നമുക്ക് നോക്കിയിട്ട് ഇപ്പോൾ ചില കാസ്റ്റുകാരോടുള്ള സ്നേഹം കൊണ്ട് അല്ലെങ്കിൽ അവരോടുള്ള ഫേവറേറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും പേഴ്സണൽ അഫക്ഷനൊക്കെ വെച്ചിട്ട് അവർക്ക് പ്രൊമോഷൻ കൊടുക്കാം. അതാണ് പറയുന്നത് എൻകറേജ് ഫേവറിറ്റിസം. നെക്സ്റ്റ് ലീഡ് ടു കോൺഫ്ലിക്റ്റ്. അതായത് ഇൻറ്റേർണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് നമ്മൾ അഡോപ്റ്റ് ചെയ്യണമെങ്കിൽ അത് എംപ്ലോയീസിൻ്റെ ഇടയിൽ തന്നെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കാൻ കാരണമാവും. അപ്പം നമ്മൾ ഇന്ന് പഠിച്ചത് ഇൻറ്റേർണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻ്റ് ആണ്. ഇൻറ്റേർണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് എന്ന് വെച്ചാൽ സെലക്ടിങ് എംപ്ലോയീസ് വിത്തിൻ ദ ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ നമ്മൾ എംപ്ലോയീസിനെ സെലക്ട് ചെയ്യുന്നതാണ് ഇൻറ്റേർണൽ സോഴ്സസ്. അവിടെ വർക്ക് ചെയ്യുന്ന പ്രസൻറ്റ് എംപ്ലോയീസിന് നമ്മൾ സെലക്ട് ചെയ്യുക. അതിൽ നിന്ന് ട്രാൻസ്ഫർ കണ്ടുപിടിച്ചു. ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ എന്താ, ഷിഫ്റ്റിംഗ് വൺ പേഴ്സൺ ടു അനദർ ഷിഫ്റ്റിംഗ് ഓഫ് വൺ പൊസിഷൻ ടു അനദർ വിത്തൗട്ട് ചേഞ്ചിങ് ഹിസ് ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ്, സ്റ്റാറ്റസ്. ഒന്നിലും വ്യത്യാസം വരാതെ ഷിഫ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ അവരുടെ അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി, അവരുടെ സ്റ്റാറ്റസ് എല്ലാത്തിലും എന്തുണ്ടാവും, പ്രൊമോഷൻ വരും, ഇൻക്രീസ് വരും. അതുപോലെ ഡിമോഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ എല്ലാത്തിലും, അതായത് അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി, സാലറി എല്ലാത്തിലും എന്ത് വരും, ഡിക്രീസ് വരും. പ്രൊമോഷൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഡിമോഷൻ. എസ് എ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും നന്നായി നോക്കിക്കോളൂ. ഓക്കെ, താങ്ക് യു.